ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫ്രീക്ക് മച്ചാനെ കുറിച്ചാണ്. മൂപ്പരെ കുറിച്ച് പറയണെങ്കിൽ ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ആ 10 തലയിൽ ഒരു തല പോലും വർക്കാവില്ല. ഊതിയതല്ലേ. പടം തുടങ്ങുന്ന ഒരു ഡൂഡ് വേസ്റ്റ് താഴേക്കിടും. അപ്പൊ എന്നെ നമ്മുടെ പ്രകൃതി സ്നേഹമായിട്ടുള്ള അണ്ണൻ അങ്ങോട്ട് ഓടി വരും. ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? ഇത്രയും സ്ലോ മോഷനിൽ പറയാ അമൽ നീരദിന്റെ സിനിമയോ? എന്നിട്ട് നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ആ വേസ്റ്റ് താഴെയിട്ട് അവന്മാരൊക്കെ ഇടിച്ചു കൂട്ടും. എന്നിട്ട് അവന്മാരെ കയ്യിലിരിക്കണ പോക്കോണൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് ആ സ്ഥലം ഒന്നും കൂടി വൃത്തികേടാക്കും. പിന്നെ അവന്മാരെ തല്ലണേന്റെ ഇടയിൽ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ ഒരു ബട്ടർഫ്ലൈനെ കാണും. എന്നിട്ട് നമ്മുടെ അണ്ണന്റെ കിളി പോയിട്ട് എന്തിട്ടാണ്ടൊക്കെ കിടന്ന് പറയും. നിനക്കൊരു കാര്യം അറിയോ? ബട്ടർഫ്ലൈ ചെറുകൊണ്ട് പറക്കുമ്പോ അമേരിക്കയിൽ തുഫാൻ ഉണ്ടാവൂത്രേ. എന്താ സർ? നമ്മൾ ഇത്ര ഇവിടത്തെ ഫേമസ് ആയ ഭർത്താവെ നമ്മളെ പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്? അറിയില്ലേ? ഈ ബട്ടർഫ്ലൈ ഇല്ലേ, പിന്നെ അതിന്റെ ചിറകില്ലേ, അതിന്റെ ചിറകടിക്കുമ്പോ ലോ പ്രഷർ ഫോം ആയി പ്രഷർ ഡിഫറൻസ് കാരണം അതുകൊണ്ട് കാറ്റ് ചേർന്ന് ആ കാറ്റോടൊപ്പം മറ്റൊരു കാറ്റ് ചേർന്ന് എന്നിട്ട് ആ കാറ്റെല്ലാം ഹെൽപ്പ് ചെയ്ത് എവിടെയുള്ള അമേരിക്കയിൽ തുഫാൻ ഫോം ആവുന്നു. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ അണ്ണന്റെ കിളി വീണ്ടും പോവും. എന്നിട്ട് അല്ല, ഞാൻ നിങ്ങൾ എന്തിനു തല്ലിയോ, എന്റെ മേത്തുനിന്ന് ചോര വരുന്നുണ്ടല്ലോ, വേസ്റ്റ് താഴെ ഇട്ടതിന് ഞാൻ എന്തിനു ഇമാതിരി തല്ലി നിങ്ങളുടെ തല്ലിയെന്ന് ഇവരോട് ചോദിക്കും. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ. എന്നിട്ട് നമ്മുടെ അണ്ണൻ 2 മിനിറ്റ് ആലോചിക്കും എന്തിനാ തല്ലിയെന്ന്. എന്നിട്ട് നമ്മുടെ അണ്ണൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഓർമ്മ വരും, ഇന്ന് എന്റെ ബോസ് എന്നെ ചീത്ത പറഞ്ഞു, അപ്പൊ ആ ദേഷ്യത്തിലാണ് നിങ്ങളെ ഞാൻ തല്ലിയെന്ന് പറയും. നിനക്ക് തലയ്ക്കല്ല സുഖട്ടോ. എന്നിട്ട് നമ്മുടെ അണ്ണൻ ബോസിനെ ചെന്ന് കണ്ടിട്ട് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ വേറൊരാളെ തല്ലിന്ന് പറഞ്ഞിട്ട് ബോസിന്റെ മോന്തയ്ക്ക് ഇട്ടൊരെണ്ണം കൊടുക്കും. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. പിന്നെ ബോസിനെ തല്ലിയ കാരണം നമ്മുടെ അണ്ണന്റെ ജോലി പോവും. പിന്നെ അടുത്ത ദിവസം തന്നെ നമ്മുടെ അണ്ണൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കണ ലെവലിലുള്ള ഒരു കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ അണ്ണൻ അവിടെ വന്ന ആൾക്കാരോട് എന്റെ കമ്പനിയിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ ഗ്രാഫ് താഴെയാണ്, പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ ഇരട്ടി നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുമെന്ന് പറയും. അപ്പൊ അവിടെയുള്ള ആൾക്കാർ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ എന്നാ ഗ്രാഫ് അങ്ങ് കേറും ഗൈസ്. കാരണം ഇതൊരു പേട്ടപ്പടാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ കമ്പനിയിലെ ഷെയർസ് കൂടിയ കാരണം ഉമ്മാര് കൈകൊട്ടി കളിക്കും. കളിപ്പാട്ടം ബാറ്ററി എങ്കിലും ഊരിയിടായിരുന്നു. പിന്നെ ഒരു ദിവസം നമ്മുടെ അണ്ണന്റെ തന്ത സീരിയസ് ആയിട്ട് അണ്ണൻ വീട്ടിൽ പോവും. അപ്പൊ തന്ത പറയും, എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുള്ളൂ, ഞാൻ പണ്ട് റിച്ച് ആയിരുന്നു, ഒരുത്തനെ എന്നെ പറ്റിച്ചിട്ട് ഞാനിപ്പോ ദരിദ്രവാസിയായി, അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് പറയും. നമുക്ക് നമ്മുടെ തുടയിലടിച്ച് സത്യം ചെയ്യാം, ഇന്ന് നമ്മൾ അവരെ ഫിനിഷ് ചെയ്യും, എനിക്ക് പ്രതികാരം ചെയ്യണം. ഇനിയാണ് സിനിമയിലെ കൊടൂര വില്ലനായിട്ടുള്ള പൂമ്പാറ്റഗിരിയുടെ എൻട്രി. മൂപ്പര് ഒരു ബിസിനസ് ചെയ്യുന്ന ആളെ പറ്റിക്കാനായിട്ട് വന്നേക്ക. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു തത്തമ്മ സാറ് ഒരു ബട്ടർഫ്ലൈനെ തിന്നണ കാണും. അപ്പൊ എന്നെ നമ്മുടെ അണ്ണന്റെ കിളി പോയിട്ട് എന്നിട്ടാണ്ടൊക്കെ കിടന്ന് പറയും, പക്ഷികൾ ബട്ടർഫ്ലൈ കഴിക്കും, അറിയാം. ആ പക്ഷിയെ പിടിച്ച ബട്ടർഫ്ലൈ കിട്ടും. നിനക്കറിയോ കപ്പിൽ, ആ ചെറിയ പക്ഷി അമേരിക്കയെ രക്ഷിച്ചത് ഒരു വലിയ കൊടുങ്കാറ്റിൽ നിന്നാ. ഇറ്റ്സ് ട്രൂ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ പൂമ്പാറ്റഗിരിക്ക് ഒരു ഹോബി ഉണ്ട്. മൂപ്പര് പറ്റിക്കാൻ പോണ ആളുടെ കൂടെ ഒരു ഗെയിം കളിക്കും. എന്നിട്ട് അതിൽ ജയിക്കണമെങ്കിൽ മാത്രം മൂപ്പരെ പറ്റിച്ചിട്ട് ആ കോൺട്രാക്ട് അടിച്ചു മാറ്റുള്ളൂ. ഏത് ബോളില് മോതിരം, ഏത് ബോളില് മോതിരം, ഏത് ബോളിലാന്ന് പറയാമോ? എന്നാ കഴപ്പാടാണ് നിനക്ക്. പിന്നെ മത്സരത്തിൽ ജയിച്ച കാരണം ആ ഫാക്ടറിയുടെ അവിടേക്ക് അണ്ണൻ കുറച്ച് ബട്ടർഫ്ലൈസിനെ കൊണ്ടുവരും. എന്നിട്ട് ഈ ബട്ടർഫ്ലൈ ഉള്ള കാരണം നിന്റെ ഫാക്ടറി പടച്ചു പൂട്ടും, വേഗം എന്റെ പേരിൽ അതാക്കിക്കോളാൻ പറയും. പിന്നെ നമ്മുടെ ഫ്രീക്ക് മച്ചാൻ നമ്മുടെ പൂമ്പാറ്റഗിരി ഉള്ള സ്ഥലത്തേക്ക് പോവും. എന്നിട്ട് കൂടെ കുറച്ച് ഹാക്കർമാരെയും കൂട്ടും. എന്നിട്ട് അണ്ണന്റെ പ്ലാൻ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പാറ്റഗിരിയുടെ മോള് പ്രേമിച്ചിട്ട് അയാൾക്കൊരു പണി കൊടുക്കാനാണ്. പൂമ്പാറ്റഗിരിയുടെ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിഞ്ചിന് വരെ ക്രിഞ്ച് അടിച്ചു പോണ ലെവലിലുള്ള ഒരു മോളാ. കോഫി പിന്നെ ഇവള് കോഫി കുടിക്കാനായിട്ട് കാർ എടുത്തിട്ട് കടയിൽ പോവും. അപ്പൊ അവിടെ ഫ്രീക്ക് മച്ചാൻ ഉണ്ടാവും. ഫ്രീക്ക് മച്ചാൻ ഇവളെ കാണുമ്പോ തലച്ചോറ് വെച്ചിട്ട് അവളെ ഇംപ്രസ് ചെയ്യാനായിട്ട് നോക്കും. എന്റെ ഫസ്റ്റ് കോഫി മിസ്സായിന്ന് നീ എങ്ങനെ അറിഞ്ഞു?
കോഫി കപ്പ് ടെൻഷനോടെ ടാപ്പ് ചെയ്യുന്നത് കണ്ടപ്പോ ബെഡ് കോഫി മിസ്സായെന്ന് മനസ്സിലായി. എന്തെല്ലാം അറിഞ്ഞു വെച്ചിരിക്കണു എന്റെ ഭഗവതി, ഭയങ്കരമാണോ ഭയങ്കരം. പിന്നെ നമ്മുടെ അണ്ണൻ പറയും നീ കറക്റ്റായിട്ട് ഈ കടയ്ക്കൊക്കെ വന്നത് എൻ്റെ പ്ലാനാണ്, എൻ്റെ ആൾക്കാർ കാരണം നീ കാറ് തിരിച്ച് ഇങ്ങോട്ടൊക്കെ വന്നേ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ട് അതാ നീ ഇവിടെ ഇരിക്കണേന്നൊക്കെ പറയും. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. പിന്നെ നമ്മുടെ അണ്ണൻ ഇവളുടെ പിന്നാലെ നടന്ന അവസാനം ഇവിടെ വളയ്ക്കും. പിന്നെ ഒരു ദിവസം ഇവര് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ഒരാൾ കിഡ്നാപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ അണ്ണന്റെ കൂടെ കുറച്ച് ഹാക്കർമാരുണ്ട്. അപ്പൊ അവരെ വെച്ചിട്ട് അവളുടെ ഫോൺ ട്രാക്ക് ചെയ്തിട്ട് അവളെ രക്ഷിക്കുന്നു നമ്മ വിചാരിക്കും. പക്ഷെ നമ്മുടെ അണ്ണൻ ആള് വ്യത്യസ്തനാണ് ഗൈസ്. മൂപ്പര് ഒരു മാർക്കർ എടുത്തിട്ട് കക്കരക്കുര വരച്ച് കുറെ നേരം ഇരിക്കും. അവസാനം നമ്മുടെ അണ്ണൻ അവളുടെ കാറുള്ള സ്ഥലത്ത് എത്തും. അപ്പൊ അവിടെ ഒരു ബീറും കുപ്പി കിടക്കണ കാണും. എന്നിട്ട് നമ്മുടെ അണ്ണൻ അത് ഡിഗ്രി ഒക്കെ അളക്കും. എന്നിട്ട് ആ വഴിയാണ് അവളെ കൊണ്ടുപോകാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. അപ്പൊ എന്നെ അവളുള്ള സ്ഥലത്ത് അങ്ങ് എത്തും. ഈ സിനിമയുടെ കഥ എഴുതിയവന്റെ ഞാൻ വണങ്ങും. അവന്റെ തൂലികയാണ് തൂലിക. പിന്നെ നമ്മുടെ അണ്ണൻ അവളെയും കൂട്ടിയിട്ട് ഓടും. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് അവനെ തല്ലാൻ വരുന്ന ആൾക്കാർ വരുന്നതിന്റെ സ്പീഡും ലെങ്ത്തും ഹൈറ്റും വിടുത്തും ഒക്കെ നമ്മുടെ അണ്ണൻ അങ്ങ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അവളോട് അവളുടെ ചെരുപ്പ് ഒരു 45 ഡിഗ്രിയിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ 45 ഡിഗ്രിയിൽ ആ ചെരുപ്പ് വെച്ച കാരണം അങ്ങോട്ട് വരുന്നവന്മാരൊക്കെ ഇടിഞ്ഞു കൊളിഞ്ഞു വീഴും. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. പിന്നെ ഈ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ പൂമ്പാറ്റഗിരി നമ്മുടെ അണ്ണനെ വിളിക്കും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഗെയിം കളിക്കും. ഏത് ബോളില് മോതിരം ഏത് ബോളിലാന്ന് പറയാമോ? ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി കൊന്ന. ശരി ഉത്തരമാണ്. 1000 രൂപ നേടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രീക്കും വെച്ചാൽ നമ്മുടെ പൂമ്പാറ്റഗിരിക്ക് വേണ്ടിയിട്ട് ഒരു പൂമ്പാറ്റയുടെ ഒരു പെയിന്റിങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ഫ്രീക്കും വെച്ചാൽ ഇങ്ങേരെ പൂമ്പാറ്റഗിരി എന്ന് വിളിക്കും. അപ്പൊ എന്നെ നമ്മുടെ ഗിരിയണ്ണം പറയും ഈ പേര് നിന്റെ തന്തയ്ക്ക് മാത്രമേ അറിയുള്ളൂ, അപ്പൊ നീ എനിക്കിട്ട് പണിയാൻ വന്നതല്ലേ എന്ന് ചോദിക്കും. പിന്നെ ഗിരിയണ്ണൻ മോണിറ്ററിൽ ആളുടെ ബാങ്ക് ബാലൻസ് കാട്ടി കൊടുക്കും. എന്നിട്ട് നീ പറ്റണമെങ്കിൽ ഇത് അടിച്ചു മാറ്റാനായിട്ട് വെല്ലുവിളിക്കും. പിന്നെ നമ്മുടെ അണ്ണൻ പൂമ്പാറ്റഗിരിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് വല്ല വീട്ടിലിരുന്ന് ഹാക്ക് ചെയ്യാണ്ട് നമ്മുടെ പൂമ്പാറ്റഗിരിയുടെ കമ്പനിയിൽ പോയിട്ട് അയാളുടെ മോണിറ്ററിൽ പോയിട്ട് ഹാക്ക് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ എന്നെ അങ്ങോട്ട് പോലീസുകാരും നമ്മുടെ പൂമ്പാറ്റഗിരിയും വരും. എന്നിട്ട് പൂമ്പാറ്റഗിരിയുടെ മോള് ഇത് കാണും. പിന്നെ നമ്മുടെ അണ്ണൻ അവള് പോയതിന്റെ വിഷമത്തില് ഡാൻസ് കളിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അണ്ണൻ അവളുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡാൻസ് കളിക്കാനായിട്ട് പോവും. അല്ല അണ്ണ, നിങ്ങൾ തന്തയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കാനല്ലേ ഇങ്ങോട്ട് വന്നേക്കണം, എന്നിട്ട് ഇവളുടെ കൂടെ ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കണോ? സ്വന്തം മകന് പറ്റിപ്പോയി. പിന്നെ നമ്മുടെ ഫ്രീക്കും മച്ചാനും ചേട്ടന്മാരും കൂടിയിട്ട് നമ്മുടെ പൂമ്പാറ്റഗിരിയുടെ അടുത്തേക്ക് പോവും. എന്നിട്ട് ഗിരിയണ്ണനോട് നിങ്ങളുടെ ബാങ്കിൽ ഇപ്പൊ പൈസ ഉണ്ടോന്ന് നോക്കാൻ പറയും. എന്നിട്ട് അങ്ങേര് നോക്കണ സമയത്ത് ഇങ്ങേരുടെ പൈസ മൊത്തം ലോസ് ആവും. എങ്ങനെ ഹാക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ണന് അന്ന് കൊടുത്ത പെയിന്റിങ്ങിന്റെ ഉള്ളിൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയിൽ ആ പാസ്വേഡ് കണ്ടിട്ട് ഇവന്മാര് അത് അടിച്ച് ആ പൈസ മൊത്തം എടുത്തു. പൂമ്പാറ്റ പറന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത്ര വലുതായിട്ട് ആ ഒളി ക്യാമറ വെച്ചിട്ട് നമ്മുടെ പൂമ്പാറ്റഗിരി എന്താ കാണാഞ്ഞേന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. യമഹ സ്റ്റാർട്ടാക്കിയ പോലെയാണ്. പക്ഷേ ഇത് നമ്മുടെ രാജുടനായിട്ട് വ്യത്യാസമാണ്. അത് മുദ്ര ശ്രദ്ധിക്കണം. മറ്റ് പിന്നെ നമ്മുടെ ഫ്രീക്കും മച്ചാൻ തന്തയുടെ അടുത്തേക്ക് പോവും. പൂമ്പാറ്റഗിരിയുടെ പൂമ്പാറ്റയൊക്കെ പറപ്പിച്ചു എന്ന് പറയാനായിട്ട്. അവിടെ എത്തിയിട്ട് ഇവര് നോക്കുമ്പോ അങ്ങേര് പടായി. എന്നിട്ട് നമ്മുടെ അണ്ണൻ കൈ കൊട്ടിയിട്ട് എനിപ്പിക്കാൻ നോക്കും. ചാവാനും സമ്മതിക്കില്ലേടാ പ്രാന്ത. എന്നിട്ട് ഇവന്മാര് പൂമ്പാറ്റഗിരി തീരുമാനമായ കാര്യം തന്തയോട് പറയും. ഇത് കേട്ട് കഴിയുമ്പോ അയാള് പടവും. അങ്ങനെ പടം കഴിഞ്ഞു. ഈ പടത്തിനെ കുറിച്ച് പറയണെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതായി കഴിഞ്ഞാലും മറ്റ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആയി കഴിഞ്ഞാലും 200-ൽ പരം ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. 200-ൽ പരം.
ആർക്കും വയ്യ, അവശതയാണ് മൊത്തം.